തിരുവചനത്തിലൂടെ വളരെ വ്യക്തമായി നമ്മളോട് സംസാരിച്ചു. കർത്താവ് കൊടുത്ത കൃപക്കൊത്തവണ്ണം നമ്മൾ ചെയ്തിരിക്കണം. ആ ദൈവദാസന് ലഭിച്ചത് ചെയ്തു. നിങ്ങൾ ജിജിക്ക് ലഭിച്ചത് ഒത്തവണ്ണം ബൈബിൾ വായിച്ചു. ആ ദൈവദാസനൊത്തവണ്ണം ഓർഗൻ വായിച്ചു. അപ്പോൾ അതാത് സമയങ്ങളിൽ അതാത് കർത്താവിൻ്റെ കൃപക്കൊത്തവണ്ണം വേല ചെയ്യണം. ആമേൻ. നമ്മളെ കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 2:7 വായിച്ചു. ഹല്ലേലൂയ. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മതി. അപ്പോൾ ദൈവം നമ്മളെ നിർമ്മിച്ചത് മണ്ണിലെ മണ്ണെടുത്ത് ചെളിയെടുത്ത് കുഴച്ച് നമ്മളെ ഉണ്ടാക്കി. അതിനുശേഷം ദൈവം വേറൊരു കാര്യം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയതിന് ശേഷം അത് ദൈവത്തിൻ്റെ ജീവശ്വാസം നമ്മളുടെ മൂക്കിൽ ഊതി. ആമേൻ. അപ്പോൾ നമ്മളെന്തായിത്തീർന്നു? ജീവനുള്ള ദേഹിയായിത്തീർന്നു. അപ്പോൾ പൂർണ്ണത വന്നാ ഇല്ല. ഈ ദേഹിയിലേക്കാണ്, ഈ ജീവനിലേക്കാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം ആത്മാവിനെ പകർന്നത്. ആമേൻ. നമ്മൾ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് കർത്താവിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും നമ്മളെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കർത്താവ് നമ്മളോട് പറയണതാണ്, നിങ്ങൾ പാപത്തെ ജയിക്കണം. പാപത്തെ നമ്മൾ ജയിക്കണം. 2 വ്യക്തികളെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. ഒന്ന് ആബേലും ഒന്ന് കായും. 4-7 വയസ്സ് ഉൽപ്പത്തി. വായിച്ചു. ഹല്ലേലൂയ. നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാവുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. അതിന്റെ ആഗ്രഹം നിങ്ങളിലേക്കാവുന്നു. ആമേൻ. മതി. ഹല്ലേലൂയ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം നിന്നിലേക്കാവും. അവനെവിടെ കിടക്കണം? വാതിക്കൽ. ആബേലും കായും കൃഷിക്കാരനും ആബേൽ ആട്ടിടയനുമായിരുന്നു. അപ്പോൾ ആബേലിൻ്റെ ആ ദൈവത്തിൽ അർപ്പിക്കുന്ന ആ മേഖലയിൽ ദൈവസ്ഥ ആദ്യഫലങ്ങൾ അർപ്പിക്കുന്ന അതിനകത്ത് യഹോവയ ദൈവം പ്രസാദിച്ചു. കായിൻ്റെ പ്രസാദിച്ചില്ല. നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തെന്ന് യഹോവയ ദൈവം ചോദിച്ചു. നീ നന്മ ചെയ്തിരുന്നെങ്കിൽ, നല്ല പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ നിന്റെ മുഖം വാടുകയില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? നമ്മൾക്ക് എവിടെയെങ്കിലും പ്രിയ പൈതങ്ങളെ, കർത്താവിൻ്റെ മക്കളെ, ക്ഷമചരാതര വനദീപന്തുനാൾ ഗണംബര ശംഭ ലേഖുർവ രക്കനിയ, എവിടെയെങ്കിലും തകർച്ച, തളർച്ച, നമ്മൾക്ക് മൗനം, വിഷാദം ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓർത്തോ, നന്മ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കും? സന്തോഷത്തോടെ ഇരിക്കും. നീ നന്മ പ്രവർത്തിച്ചില്ലെങ്കിലാ വിഷാദിക്കേണ്ടി വരും. നീ എന്തിനാ നിന്റെ മുഖം വിഷാദിച്ചിരിക്കുന്നത്? നീ നന്മ ചെയ്തിരുന്നെങ്കിൽ ആ വെല്ലെ പോലെ നിനക്കും സന്തോഷിക്കാമായിരുന്നു. പക്ഷേ നീ നന്മ ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്റെ വാതിൽക്കലാകുന്നു. അതിൻ്റെ ആഗ്രഹം, അവൻ്റെ പൂർണ്ണത, അതിൻ്റെ ഇടപെടൽ എവിടെയായിരിക്കും? നിന്നിലായിരിക്കും. ആമേൻ. 2 കൊരിന്ത്യർ 10:3 വായിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 10:3. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് മണ്ണുകൊണ്ടുണ്ടാക്കിയില്ലേ? ജീവനുള്ള ദേഹിയായി തീർന്നില്ലേ? അപ്പം നമ്മളെന്തായി? നമ്മൾ ജീവനുള്ള ജഡമായി തീർന്നു അല്ലേ? വചനം ജഡമായി തീർന്നു. വായിച്ചു. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ
പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. മതി. ആമേൻ. ഹല്ലേലൂയ. വല്ലതും മനസ്സിലായ? വല്ലതും മനസ്സിലായ? കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ചിന്ത, വിചാര, വികാരങ്ങൾ പിശാച് കൊണ്ടിടുമ്പോൾ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ശക്തിയുള്ളവതിന് ആകയാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ക്രിസ്തുയേശുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ച് അടക്കുന്നു, നിർവീര്യമാക്കുന്നു. ആമേൻ. നിർവീര്യമാക്കുന്നു. ഇതൊരു മനുഷ്യൻ്റെ തകർച്ചയ്ക്ക് കാര്യം എന്താ? കായൻ അവിടെ തകർന്നു പോകാൻ കാര്യം എന്താ? കായൻ്റെ തകർച്ചയ്ക്ക് കാര്യം എന്താ? എന്താണ് നിങ്ങൾ പറ? അവൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളാണ്. തിന്മ വിചാരിച്ചത് കൊണ്ടാണ്. പൈശാചികൻ സാത്താൻ ചിന്തകളിലൂടെ തിന്മ കൊണ്ടിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു ചോക്ലേറ്റ് പോലെ എന്ത് ചെയ്യരുത്? നമ്മൾ നുണയരുത്. നമ്മളതിനെ തടുക്കണം. ഇസ്രായേൽ എന്ന മഹാരാജ്യത്തിലേക്ക് ശത്രു സൈന്യങ്ങൾ അവർ ബോംബുകൾ അയക്കുമ്പോൾ അത് നിർവീര്യമാക്കുന്ന അയം ഡോം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ശത്രു അയക്കുന്നതെല്ലാം അവിടെ തകർക്കപ്പെടുകയാണ്. ഇതേപോലെ പൈശാചികൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വിവിധ തരത്തിലുള്ളത് നിങ്ങളുടെ വീക്കൻസിനനുസരിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ വീക്കൻസ് ഉണ്ട്. അത് 3 പേർക്കറിയാം. ആർക്കൊക്കെ അറിയാം? 3 പേർക്കൊക്കെ അറിയാം. ആർക്കൊക്കെയാണ്? പറയാമോ? ആ വ്യക്തിക്കറിയാം, പരിശുദ്ധാത്മാവിനറിയാം, സാത്താനറിയാം. അപ്പോൾ എന്ത് ചെയ്യും? സാത്താൻ അടിക്കടി അതിങ്ങനെ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരെണ്ണം തീരുമ്പോൾ അത് 100 ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു ചിന്ത, നമ്മളൊരു അശുദ്ധിയുടെ ചിന്ത, അല്ലൊരു ദൈവികമല്ലാത്തൊരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരെണ്ണത്തിന് പുറകെ ഒരെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ടാവുള്ളൂ. അവന് 10, 100, 1000 വേറെ സ്റ്റെപ്പിൽ വെച്ചേക്കും. അപ്പോൾ എന്ത് ചെയ്യും? അതൊരു നോൺ സ്റ്റോപ്പാണ്. പിശാച് ഒരിക്കലും റെസ്റ്റ് എടുക്കുന്നില്ല. അവൻ ഊടാടി സഞ്ചരിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ വരെ ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കണല്ലേ, യേശു കർത്താവ് പറഞ്ഞില്ല, നിന്റെ ദൈവമായ കർത്താവിനെ എന്ന്. നിന്റെ ദൈവം എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു ദൈവമായിരുന്നു. പക്ഷെ അവന് ദൈവത്തിന് വേണ്ടായിരുന്നു. അവൻ ദൈവത്തെ വേണ്ടാത്തത് കൊണ്ടാണ് അവൻ സാത്താൻ എന്ന പേരിന് അർഹനായത്. അവൻ ശത്രുവായി മാറിയത്. അപ്പോൾ കായൻ്റെ ദൈവമാണ് ആര്? യഹോവയ ദൈവം. ആബേലിൻ്റെ ദൈവമാണ് യഹോവയ ദൈവം. കായൻ എന്തുകൊണ്ട് യഹോവ ദൈവത്തെ വേണ്ടി വന്നില്ല? അവൻ്റെ ഹൃദയത്തിനകത്ത് വിവിധങ്ങളായ ദുഷ്ചിന്തകൾ, കൺമോഹം, മ്ലേച്ഛതകൾ, മനസ്സിലായ അത്യാഗ്രഹം, വിചാര ചിന്തകൾ, ഇതൊക്കെ പിശാച് കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ചിന്തകളിലേക്ക് വരുമ്പോൾ നമ്മളതിനെ ടച്ച് ചെയ്യുന്നുണ്ടെന്ന് അവന് തിരിച്ചറിഞ്ഞാൽ അവൻ ഒരെണ്ണത്തിന് പകരം അതേ വെറൈറ്റിയുള്ള 10,000 കണക്കിന് ചിന്തകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഒരു ഗുണമില്ല, ഒരു കാര്യമില്ല. വെറുതെ ചിന്തിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ദുഃഖിക്കാനും ഞെരങ്ങുവാനും ഇടയായിത്തീരും. നമ്മൾ ക്രിസ്തുവിൻ്റെ പൈതലാണെങ്കിൽ, നമ്മൾ യേശുവിൻ്റെ പൈതലാണെങ്കിൽ കർത്താവിൻ്റെ കൃപക്കൊത്ത വേണം ചിന്തിക്കാൻ. ആമേൻ. നമ്മൾ യേശുവിൻ്റെ പൈതലാണെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൃപക്കൊത്ത വേണം ചിന്തിക്കുവാൻ. നമ്മുടെ ഹൃദയത്തിലെ ഓരോ ഇടിപ്പുകളും ഹല്ലേലൂയാന്നും സ്തോത്രമെന്നും ആയിത്തീരണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ എന്താ സംഭവിക്കണം? നമ്മൾ ഹല്ലേലൂയ എന്ന് പറയുന്നു, ഹല്ലേലൂയ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മുടെ നാവിനെ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അകത്തെ ഒരു മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ ജീവൻ പോകുമ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ ഒരു നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിത്യതയിൽ ചേർക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അസ്ഥി മാംസമില്ലാത്ത മറ്റൊരു രൂപം എഴുന്നേൽക്കുകയാണ്. കറക്റ്റാണ്. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ രൂപത്തിൽ, നമ്മുടെ ഹൈറ്റിൽ, നമ്മുടെ അതേ വലിപ്പത്തിലുള്ള അതേ മറ്റൊരാളാണ് പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. യേശു എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? യേശുവിൻ്റെ വരേണ്ട കാര്യമുണ്ടാവും. എന്തിനാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ ജീവശ്വാസം ഊതിയത്? എന്തുകൊണ്ട് മൃഗങ്ങൾക്ക് ഊതി കൊടുത്തില്ല? നിങ്ങൾ പറ. അക്ഷയനായ ദൈവത്തിൻ്റെ തേജത്തിൻ്റെ മനുഷ്യർ, പക്ഷി, മൃഗം, നാൽക്കാലി
അതിനോട് സമസ്വരൂപമാക്കി അവരിൽ വരുവാനുള്ള തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആര്? ദൈവത്തെ വേണ്ടാത്തവർക്ക്. അപ്പോൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും നാൽക്കാലികൾക്കും ഒരു തേജസ്സിനെ കർത്താവ് കൊടുത്തിട്ടില്ല. അവൻ കൊടുത്തിരിക്കുന്ന ആർക്കാ? പറ. നമുക്ക് ഓരോരുത്തർക്കും. നമ്മൾ ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും ഒക്കെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾക്കല്ലേ തേജസ് വരേണ്ടത്. അപ്പം നമ്മളിൽ വരുവാനുള്ള അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ, അതായത് ആ അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിന്, അക്ഷയൻ എന്ന് പറഞ്ഞാൽ ക്ഷയമില്ലാത്ത, അപ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് നമ്മളിലാണ് വരേണ്ടത്. അപ്പോൾ ആ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ് എന്നിട്ട് അവരെന്ത് ചെയ്ത്? പക്ഷി, മൃഗം, നാൽക്കാലി അതിനോട് സമസ്വരൂപമാക്കി അവരിൽ വരുവാനുള്ള ദൈവ തേജസ്സിനെ അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനസ്സിലായ? അപ്പം മൃഗങ്ങൾക്ക് തേജസ്സില്ല. ഉണ്ടാ? ഇല്ല. മൃഗങ്ങൾക്ക് ആത്മാവില്ല. ഉണ്ടാ? ഇല്ല. മൃഗങ്ങൾക്ക് എന്തില്ല? ആത്മാവില്ല. പിന്നെ എന്തെന്നുള്ളത്? ജീവൻ മാത്രം. ആമേൻ. മൃഗങ്ങൾക്ക് ജീവൻ മാത്രം, മനുഷ്യർക്ക് ആത്മാവ്. ഈ ആത്മാവിനെ പകർന്നതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. അവൻ നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ജീവശ്വാസത്തെ ഊതി. അപ്പം മനുഷ്യനെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മളെ കാണാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മളെ കാണാൻ പറ്റുമോ? നമ്മളെ കാണാൻ പറ്റും അല്ലേ? നമ്മളെ കേൾക്കാൻ പറ്റുമോ? പറ്റും. വെയിലാറുന്ന സമയമായപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നു. ശരിയല്ലേ? ആമേൻ. ഇറങ്ങി വന്നു. സ്തോത്രം. ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിലെ 16-ാം വാക്യം, അതിന് 15 വായിച്ചു. 1 ശമൂവേൽ അങ്ങനെ വാക്യം അങ്ങനെയാണ്. 1 ശമൂവേൽ അതിൻ്റെ 15-11 സ്തോത്രം വായിച്ചേ. ഹല്ലേലൂയ. 1 ശമൂവേൽ 16-ന്റെ 1 ശമൂവേൽ 16-ന്റെ 15 വായിച്ചേ. എന്നാൽ അബ്ശാലോമും ഇസ്രായേലിയരായ ജനമൊക്കെയും 11 വായിച്ചേ. 12 വായിച്ചേ. പിന്നെ ദാവീദ് അബിശായിയോട് തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീൻ എനിക്ക് ചെയ്യുന്നത്. 16 ദാവീദിന്റെ സ്നേഹിതൻ അർക്കിനായ ഹൂശായി. അതല്ല ഞാൻ പറഞ്ഞുതരാം. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്. ശൗല് ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയൊരു മഹാൻ പാപം ചെയ്തു. ആ പാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബീമേലെക്കുമായ ഒരു യുദ്ധം ഉണ്ടായ സമയത്ത് യഹോവയെ ദൈവം പറഞ്ഞ് ആ ദേശത്തുള്ള ഭാവികളെ ഒന്നിനെയും വെച്ചേക്കരുത്, എല്ലാവരെയും തീർത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളഞ്ഞേക്കണം. പക്ഷി, മൃഗങ്ങൾ, കുഞ്ഞുങ്ങൾ, മുല കുടിക്കുന്ന കുട്ടികൾ, ആരെയും നമ്മൾ ജീവനോടെ വെച്ചേക്കരുത്. അപ്പം ഈ ശൗലിന് കൂടെയുള്ള വ്യക്തികൾ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞ കാര്യത്തെ അനുസരിക്കാതെ അവർ ചെയ്ത മറ്റൊരു കാര്യമാണ്, അവിടെ ചെന്ന് യുദ്ധത്തിൽ ചെയ്തിട്ട് യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കാളകളെയും മേൽത്തരമായ കൊഴുത്ത ആടുകളെയും പല സാധനങ്ങളുമായിട്ട് അവരെന്ത് ചെയ്തു? നേരെ അവരവരുടെ രാജ്യത്തിലേക്ക് വന്നു, ഇസ്രായേലിലേക്ക് വന്നു. അപ്പോൾ ആ സമയത്ത് ശമൂവേലിനോട് യഹോവ ദൈവം പറയുകയാണ്, ശൗലിനെ ഞാൻ രാജസ്ഥാനത്ത് ആക്കിയത് കൊണ്ട് എനിക്ക് ദുഃഖമാവുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഉള്ളിൽ ആന്തിൽ വന്ന ആർക്കാ? ഉള്ളിൽ ആന്തിൽ വന്ന ആർക്കും വന്നാ ഹല്ലേലൂയ ശബാരിയ. അപ്പോൾ ഈ സമയത്ത് ശമൂവേലിനോട് പറയാണ്, ഞാൻ ശൗലിനെ രാജസ്ഥാനത്തിരുന്ന് മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ. ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പോകുന്നു. ശമൂവേൽ അന്ന് രാത്രി മുഴുവനും ഉറങ്ങാതെ കരഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? യഹോവയുടെ
ശബ്ദം ഡയറക്റ്റ് കേൾക്കുന്ന ഒരു പ്രവാചകനാണ് ശമൂവേൽ. ശമൂവേലിനോട് പറയുകയാണ്, ശമൂവേലിനോട് പറഞ്ഞത്, നീ ഈ ശിമായുടെ മുന്നേ അടുത്ത് വന്നിട്ട് കീശിൻ്റെ മകനെ ചെന്നിട്ട് അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞു. അഭിഷേകം ചെയ്തതാരാ? ശമൂവേൽ. ആ അഭിഷേകം ചെയ്ത ശമൂവേലിനോട് പറയാണ്, അവനെ രാജസ്ഥാനത്ത് ആക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന്. ഞാൻ അത് നീക്കിയിട്ട് ഈ ബെത്ലഹേമിൽ ഈശായുടെ സന്തതികളിൽ ഒരുവനെ ഞാൻ രാജാവായി കണ്ടിരിക്കുന്നു, നീ അവിടേക്ക് ചെന്നിട്ട് അവനെ അഭിഷേകം ചെയ്യണം. ആ സമയത്ത് ശമൂവേൽ പറയണം, യഹോവ ദൈവമേ, ഞാൻ അവിടെ ഈശായുടെ മകനെ അഭിഷേകം ചെയ്യാൻ പോയാൽ ഇത് ശൗൽ അറിഞ്ഞാൽ എന്നെ കൊന്നുകളയും. ഹല്ലേലൂയ. ശൗൽ രാജാവാണ് അല്ലേ? അപ്പോൾ ആ രാജാവിന് ഒരു മറ്റൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കുന്നു പറയുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കും. പക്ഷേ അദ്ദേഹം ജഡത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ ചെടിയൊരു ജഡികമായ ഒരു ഫീലിംഗ്, ഒരു ചിന്തയുടെ ഉള്ളിൽ വന്ന്, എന്താണ്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്, എങ്കിലും എന്നെ ശൗൽ രാജാവ് കൊന്നുകളയില്ലേ? നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? യഹോവയാം ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് ദൈവശബ്ദം കേൾക്കുന്ന ഒരു പ്രവാചകന്റെ നമ്പർ 1 പ്രവാചകൻ, സൂപ്പറായിട്ട് ഒരു മുടിനാര് മാറ്റമില്ലാതെ ബൈബിളിൽ പ്രവചിച്ചിട്ടുള്ള ദാവീദ് രാജാവിനെ പ്രവചിച്ച് എഴുന്നേൽപ്പിച്ചിട്ടുള്ള ആ ഒരു അഭിഷേകം ചെയ്തിട്ടുള്ള ആ പ്രവാചകനാണ് പറയുന്നത്, യഹോവയാം ദൈവമേ, ഞാൻ ശൗലിന് പകരം അവിടെ ചെന്നിട്ട് ഈശോയുടെ കുടുംബത്തിൽ ചെന്നിട്ട് അത് ഒരാളെ ഞാൻ അഭിഷേകം ചെയ്താൽ എനിക്ക് കൊന്നുകളയില്ല എന്ന്. മനസ്സിലായ? അവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാം, എന്നിട്ട് ആ ലെവലിൽ നിൽക്കുന്ന ആളിൽ പോലും എന്ത് വന്ന്? ഭയം വന്നു. ഭയം നിങ്ങളെ ഒരിക്കലും ഉയർത്തില്ല. ഭയം ഒരിക്കലും നിങ്ങളെ ഉയർത്തില്ല. ഭയം നമ്മൾ എന്ത് ചെയ്യും? തകർത്ത് കളയും. യേശു കർത്താവ് ശിഷ്യന്മാരുടെ മുമ്പിൽ പല ടൈപ്പിൽ പല രീതിയിൽ യേശു കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ പറയാണ്, പക്ഷേ ഗുരുവായിരുന്നു, ഞങ്ങൾ വിചാരിച്ചു ഇത് ഭൂതമാണെന്ന് വിചാരിച്ചാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആഴത്തിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അവരുടെയൊക്കെ പാരൻസ്, അവിടെയൊക്കെ പൂർവ്വന്മാർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും? ഭൂതത്തിന് നമ്മുടെ മുമ്പിൽ വരുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നില്ല? മനസ്സിലായിട്ടില്ല? പാരമ്പര്യമായി പൂർവ്വന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം എന്തായിരിക്കും? ചെകുത്താന് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റും. അപ്പുറത്ത് വേറൊരാൾ വരുന്നുണ്ട്, അത് പറഞ്ഞില്ല. യേശുവിന് നമ്മുടെ മുമ്പിൽ വരാൻ പറ്റുമെന്ന് പറയാൻ മറന്നുപോയി, അവർക്കറിയില്ല. മനസ്സിലായ? ആർക്കാണ് വരുവാൻ പറ്റുന്നത്? റിയലിയായിട്ട് 2 പേർക്കും പറ്റും. പൈശാചിക ശക്തി എന്നൊരു ആത്മാവാണ്, പരിശുദ്ധാത്മാവെന്നൊരു ആത്മാവാണ്. ഈ പൈശാചിക ശക്തി എന്ന ആത്മാവിന് അസ്ഥി മാംസമില്ല. യേശുവിൻ്റെ ആത്മാവിന്, യേശു കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നിട്ട് അസ്ഥി മാംസമുള്ളവനായി ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് കാണുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി. ആയിരിക്കുന്ന സഹോദരിയുടെയും എൻ്റെയും അനീഷയുടെയും മിന്നുവിൻ്റെയും ജിജിയുടെ അനയുടെ ചക്കപ്പേൻ്റെ രാജിയുടെ എല്ലാവരെയും ഹൃദയങ്ങളെക്കുറിച്ച് ആരും ഒരു നാളും യഹോവ ദൈവത്തിന് പറഞ്ഞു കൊടുക്കണ്ട. പൗലോസിനെ പിടിക്കപ്പെടുന്ന സമയത്ത് അനനിയാസിനോട് പറയണം, അനനിയാസേ, നീ അവിടെ ഒരുത്തം വീണ്ടുണ്ട്, നീ ചെന്ന് കൈവച്ച് പ്രാർത്ഥന അവിടെ എഴുന്നേൽപ്പിക്കുകയും. അപ്പോൾ എൻ്റെ കർത്താവേ, എന്താ ഈ പറയണത്? അവൻ ആരാന്ന് അറിയാമോ? ആരോടാ പറയണം? യേശുവിനോട് പറയാണ് അവൻ ആരാണെന്ന് അറിയാമോ? ആരാ പറഞ്ഞ? സ്നാനപ്പെടാത്ത, സ്നാനം സ്വീകരിക്കാത്ത, കർത്താവിൻ്റെ വിശ്വസ്തനായി നിന്ന ഒരു വ്യക്തിയോട് കർത്താവ് സംസാരിച്ചു. അനനിയാസ് പറയാണ്, കർത്താവ് അവൻ ആരാണെന്ന് അറിയാമോ? അവൻ ദൈവരാജ്യത്തെ മുടിപ്പിക്കാനോ ശപാദംസം കൊന്നതാണ്, അവരെ കൂടുതലുണ്ടായതാണ്. അപ്പോൾ കർത്താവ് പറയണേ, ഇതൊന്നും എന്നോട് പറയണ്ട, എനിക്ക് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ അനുഭവിക്കാൻ പോകുന്നു നിങ്ങൾ കണ്ടോളെ. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്തെന്നാ? മക്കളെ, എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളെ കാണുവാനും
നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് സംസാരിക്കുന്നു എന്നും സംസാരിക്കാൻ പോകുന്നു എന്നും കൂടി അറിയാവുന്ന ഒരാളാണ്. ആരാണ്? നമ്മുടെ കർത്താവ്. ദാവീദിനെ അഭിഷേകം ചെയ്യാനായിട്ട് ശമൂവേൽ അവിടെ ചെന്നു. അപ്പോൾ കർത്താവ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അത്രത്തോളം ദൈവം നമ്മളോട് എന്താകും അറ്റാച്ച് ആകും, മിങ്കിളാകും. അത്രത്തോളം ദൈവം നമ്മളോട് അടുത്ത് വരും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ അപ്പം നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ എന്ത് സംഭവിക്കുക? ദൈവം നമ്മളെ ചേർക്കും. ദൈവം നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ പറയും. ഇന്ന് നിങ്ങൾക്ക് ദൈവങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ, ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു മൂമെൻറ്റ് ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. കാരണം പറ്റിയിരുന്നാൽ ദൈവത്തിൽ നിന്ന് പലതും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പറ്റിയിരുന്നാൽ ദൈവത്തിൽ നിന്ന് പലതും അനുഭവിക്കാൻ പറ്റും. നിങ്ങളുടെ ഇപ്പം എൻ്റെ ശരീരത്തിൽ ഇവിടെയൊക്കെ തീ വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് എപ്പോഴും എൻ്റെ ഹൃദയം കംപ്ലീറ്റ് എപ്പോഴും ഈ സ്തുതിയും സ്തോത്രവും പാട്ടും പ്രാർത്ഥനയും വചനധ്യാനവും. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഒക്കെ പിന്നെ രാത്രി ഞാനും എൻ്റെ മോള് കൂടി ഏകദേശം 1:30 മണി വരെ ഇത് വചനം പറഞ്ഞ് അവളെ ഫോണിൽ കൂടി പറഞ്ഞ് കുറേ പ്രവചനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ വിലപ്പെടുത്തിക്കൊണ്ട് പോകുന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നേ അത്രേ ഉള്ളൂ. ദാവീദ് രാജാവിനെ ശമൂവേൽ അഭിഷേകം ചെയ്യാൻ പോയപ്പോൾ കർത്താവ് പറയാണ്, നീ ഈശായുടെ വീട്ടിൽ ഒരു യാഗം കഴിക്കാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്ന് പറയണ്ടാന്ന്. അപ്പം പേടിച്ചത് കൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഹല്ലേലൂയ. ആരെ പേടിച്ച? ശമൂവേൽ പേടിച്ചത് കൊണ്ട് ഈശായുടെ ശ്രദ്ധിച്ചിരിക്കേ. ഹല്ലേലൂയ. ശമൂവേൽ പേടിച്ചത് കൊണ്ട് ദൈവം സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തതാ. എന്താ പറഞ്ഞു കൊടുത്ത? ഈശായുടെ വീട്ടിൽ നീ ഒരു യാഗം കഴിക്കാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ശൗലിന് പകരം ഞാൻ അഭിഷേകം ചെന്ന് പോകുന്നു പറയണ്ട. കാര്യം കൊല്ലുന്നു പേടിച്ചേക്കല്ലേ. പക്ഷേ ദൈവം അനുവദിച്ചാലല്ലേ ശൗലിന് തൊടാൻ പറ്റുള്ളൂ. ദൈവം അനുവദിക്കാതെ നമ്മുടെ ദേഹത്ത് ആർക്കും തൊടാൻ പറ്റുമോ? പറ്റില്ല. മനസ്സിലായ? ഹല്ലേലൂയ. ഈശായുടെ വീട്ടിൽ ചെന്നു. ഓരോരുത്തരെ വിളിച്ച് 6 അടി പൊക്കം 7 അടി പൊക്കം 8 അടി പൊക്കമുള്ള ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ വേർതിരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ശമൂവേൽ ചോദിക്കണം, ദേവേ ഇതാണോ? അതല്ല. അതാണോ? മൂത്തവനാണോ? ഇളയവനാണോ? അല്ല. അപ്പം ശമൂവേൽ വീണ്ടും ചോദിക്കണം, നിങ്ങളുടെ വീട്ടിൽ നിനക്ക് ഇനി എത്ര മക്കളാണ്? ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരുത്തനുണ്ട്. അവനെ ആട് മേയ്ക്കാൻ പോയിക്കാണ്. മനസ്സിലായ? ആട് മേയ്ക്കാൻ പോയിക്കാണ്. അവൻ്റെ കളർ എന്താണെന്നറിയാം? അവൻ പവിഴ നിറമുള്ള ദാവീദ്. അവൻ ഭയങ്കര പവർഫുള്ളാണ്. അവനെ ആർക്കും വേണ്ട. കർത്താവ് കണ്ട് യേശു എന്ന യഹൂദരുടെ രാജാവായി പിറക്കേണ്ടവന് ദാവീദിലൂടെ വേണം തീരുമാനിച്ചു. അനുസരണക്കേട് കാണിച്ചത് കൊണ്ടാണ് അങ്ങനെ ആൾ എഴുന്നേക്കാൻ ഇടയായത്. ആരാ അനുസരണക്കേട് കാണിച്ചത്? ശൗൽ എന്ത് ചെയ്തു? അനുസരണക്കേട് കാണിച്ചു. അമ്മയാലേക്കരുമായി യുദ്ധം ചെയ്യാൻ പറഞ്ഞ്, യുദ്ധത്തിന് പൊയ്ക്കോളാൻ പറഞ്ഞ്, ആ ദൈവം പിടിപ്പിക്കാമെന്ന് പറഞ്ഞു. അവിടുന്ന് പക്ഷിമൃഗാദികളെയോ ആണിനോ പെണ്ണിനോ ഒന്നിനെ വെച്ചേക്കുന്നത് എല്ലാത്തിനും നശിപ്പിച്ചിട്ട് മടങ്ങി വരാൻ പറഞ്ഞ് അവരവിടുന്ന് തടിച്ചതിനും കൊഴുത്തതിനും അവർക്ക് ഇഷ്ടമുള്ള പോലെ തിരിച്ച് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ദൈവം ശമൂവേലിനോട് പറയാണ്, ശൗലിനെ രാജസ്ഥാനത്ത് ആക്കിയതിൽ എനിക്ക് ദുഃഖമുണ്ട്. അപ്പോൾ ശമൂവേൽ വന്നിട്ട് ശൗലിനോട് ചോദിക്കുകയാണ്, നീ എന്താ ചെയ്തത്? ഞാനീ കേൾക്കുന്ന കാളയുടെ, അത് നിങ്ങൾ പറയും, ഞാനീ കേൾക്കുന്ന കാളയുടെ മുക്കറ ഇത് എവിടെ നിന്നാണ്? നുണ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശൗല് നുണ പറയുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ശൗല് ഈ കേൾക്കുന്ന മുക്കറയൊക്കെ എവിടെ നിന്നാണെന്ന്. എന്താ കാര്യം? അതിനുമ്പോൾ തടിച്ച കൊടുത്ത കളവ് എല്ലാം അതിനോട് കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായ? അവിടെ എന്താ സംഭവിച്ചത്? ശൗലിൻ്റെ രാജസ്ഥാനം എന്നേക്കുമായി. പ്രിയമക്കളെ, ഞാൻ പറയട്ടെ, നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചവരാണെങ്കിൽ, കർത്താവിന് കൃപ ലഭിച്ചിട്ടില്ലെങ്കിൽ, കൃപ ലഭിച്ചവരാണെങ്കിൽ ആ കൃപയ്ക്കൊത്തവണ്ണം പൂർണ്ണാത്മാവും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ശക്തിയോടുകൂടി ആ കർത്താവിനെ സേവിക്കണം. കാരണം നമുക്ക് പകരക്കാരനായ ഒരാളെ വരുവാൻ അനുവദിക്കരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ കർത്താവിൽ നമ്മൾ ആരാണ്? ഒരു ഉറപ്പ് വേണം. ഇവിടെ ദാവീദിനെ എടുത്ത് അഭിഷേകം ചെയ്യാൻ പോയപ്പോൾ ശമൂവേലിനോട് യഹോവ ദൈവം പറയാണ്, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്.
അതിൻ്റെ അർത്ഥം ദാവീദ് രാജാവിൻ്റെ ഹൃദയം ആര് കണ്ടു? യഹോവയെ ദൈവം കണ്ടു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു. നിലത്ത് ചെളിയെടുത്ത് മണ്ണ് വെച്ച് കുഴച്ച് മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി ജീവശ്വാസം ഊതി. അപ്പോൾ എന്തായി തീർന്നു? അസ്ഥിയായി, ഞരമ്പായി, ബ്ലഡായി, തലമുടിയായി, തലച്ചോറായി, രക്തകോശങ്ങളായി, അല്ലേ, ജോയിൻ്റായി, എത്രയോ കോടി രക്താണുക്കളായി, ശരീരമെല്ലാമായി. ശരിയല്ലേ? ആ ദൈവത്തിന് ഈ നമ്മുടെ ഹൃദയം കാണാനായിട്ട് ഒരാൾ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായോ? അപ്പം നമ്മൾ വായിക്കുന്ന ഈ വേദപുസ്തകത്തിൽ അതിന് ജീവനുണ്ടെന്ന്. നമ്മൾ വായിക്കുന്ന ഈ വേദപുസ്തകത്തിൽ ഉപദേശമല്ല, മറിച്ച് എന്താണ്? ജീവനുള്ളതാണ്. അനേക ബുക്കുകളുണ്ട്, അനേക ഗ്രന്ഥങ്ങളുണ്ട്. അതെല്ലാം മാനുഷിക ബുദ്ധിയിൽ അവിടെ എക്സ്പീരിയൻസ് കൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ബുക്കിന് എന്തില്ല? ജീവനില്ല. നമ്മുടെ ഈ ബുക്കിന് എന്തുണ്ട്? ജീവനുണ്ട്. നമ്മുടെ ബുക്കിന് ജീവനുണ്ട്. നമ്മുടെ ഈ ബുക്കിന് ജീവനുള്ളത് കൊണ്ടാണ് ഈ അശുദ്ധ ആത്മാക്കൾ ഈ വചനം തുറന്ന് പ്രസംഗിക്കുമ്പോൾ വയലൻ്റ് ആകുന്നതും അലറി ഓടുന്നതും. ഇത് കണ്ടിട്ടില്ലേ? മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിനെ 16 പറയുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകൾ സംസാരിക്കും. അപ്പം നമ്മളെന്താ അവിടെ സംസാരിച്ചത്? നമ്മൾ സംസാരിച്ചില്ലേ? പുതുഭാഷകൾ സംസാരിച്ചില്ലേ? സംസാരിച്ചില്ലെങ്കിൽ പറയണം, കർത്താവ് എനിക്ക് സംസാരിക്കണം. കർത്താവ്, ഐ നീഡ് എ ന്യൂ ലാംഗ്വേജ്, ഗിവ് മി ലോഡ്. നമ്മൾ ചോദിക്കണം കർത്താവ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സംശയിക്കാതെ കർത്താവോട് ചോദിക്കണം. ആമേൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്താണ് അങ്ങനെ കർത്താവ് പറഞ്ഞത്? നിങ്ങൾ മുട്ടുവിൽ തുറക്കപ്പെടും, അന്വേഷിപ്പിൽ കണ്ടെത്തും. എന്താ അതിന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? നമ്മൾ ഒരു പ്രാർത്ഥിക്കുന്നവരുടെ സ്വഭാവത്തിലെ ആ ഒരു വിഷയത്തിന്മേൽ ജയം എടുക്കാൻ വേണ്ടി കർത്താവ് എനിക്കത് വേണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? എല്ലാ ദിവസവും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണില്ലേ? അത് നിർബന്ധിച്ചിട്ടാണോ? ഇപ്പം അനുസരിച്ച് ചോറ് ഇടുന്നത് ജക്കപ്പെട്ട പറഞ്ഞിട്ടാണോ? അല്ല. സമയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? അനീഷ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എൻ്റെ മകൾ കഴിക്കുന്നുണ്ട്, എൻ്റെ വൈഫ് കഴിക്കുന്നുണ്ട്, ജയദാസൻ കഴിക്കുന്നുണ്ട്, ലാൽജി കഴിക്കുന്നുണ്ട്, അല്ലേ? ഭക്ഷണം സമയത്തിന് കഴിക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങുന്നുണ്ട്, കുളിക്കുന്നുണ്ട്. ശരിയല്ലേ? വല്ല മുടക്കം വരുത്തിയിട്ടുണ്ടോ? അതേപോലെ എനിക്ക് ചിലർ പ്രാർത്ഥിക്കണം എന്നൊരു ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ദാഹമുണ്ടോ? ഇരിക്കണം, കൂടെ പോയിരിക്കണം. ദാനിയേലിന് ഗവർണറായി സ്ഥാനമേറ്റതിന് ശേഷം ഒരു ദിവസം 3 നേരം പ്രാർത്ഥിക്കും. വല്ല കാര്യമുണ്ടോ? ആയിരിക്കുന്ന പദവി വെച്ച് നോക്കുമ്പോൾ സമയം കിട്ടുമോ? നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന ആ ഒരു നിമിഷം, ആ ഒരു മിനിറ്റ്, ആ ഒരു ദിവസം, ആ ഒരു മണിക്കൂർ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? പാഴാക്കരുത്. കാരണം ദൈവത്തിന് ഏത് സമയത്താണ് നമ്മൾ സംസാരിക്കാനായിട്ട് ഇറങ്ങി വരെയെന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റില്ല. മനസ്സിലായ? നമ്മൾ ചിന്ത മാറിപ്പോയത്, ആരുടെയും മൈൻഡ് മാറിപ്പോകും. കണക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരും മൈൻഡ് മാറരുത്. കാരണം നമ്മൾ യേശുവിനെ സ്വീകരിച്ചിട്ട് ആരെങ്കിലും നാളിതുവരെ ആയിട്ട് ഈ 2500 വർഷം, ഇത്രയും വർഷത്തിനിടയിൽ യേശു കർത്താവിനെ രക്ഷകനാഥമായി സ്വീകരിച്ചിട്ട് ഞാൻ തകർന്നു പോയി എന്നാരും പറയുന്നവർ കേട്ടിട്ടില്ല. കേൾക്കാൻ പറ്റില്ല. കേൾക്കാൻ പറ്റില്ലെന്ന് പറയാൻ കാര്യം എന്താ? ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ സ്വഭാവം മാറ്റിക്കളയാൻ കർത്താവ്. ഒരു മദ്യപാനിയെ സംബന്ധിച്ച്, ഒരു കഞ്ചാവ് വലിക്കുന്നവരെ സംബന്ധിച്ച്, ഒരു വീഡിയോ വലിക്കുന്നവരെ സംബന്ധിച്ച്, ഒരു പോക്കറ്റ് അടിക്കാരൻ, ഒരു കൊലപാതകയെ സംബന്ധിച്ച് അവൻ്റെ ലൈഫിൽ ഡോക്ടർ പറയും മദ്യം കുറച്ചേ നിർത്താവുള്ളൂ. ഒറ്റയടിക്ക് നിർത്തിയാൽ വേറെ അസുഖം വരും. ഞാൻ എൻ്റെ ഒറ്റയടിക്ക് നിന്നത്, ഒറ്റ സെക്കൻഡിൽ മദ്യപാനം നിന്ന്, പുകവലി നിന്ന്, കഞ്ചാവലി നിന്ന്, ഒറ്റ സെക്കൻഡിൽ. മനസ്സിലായ? ഒറ്റ സെക്കൻഡിൽ. അപ്പോൾ കർത്താവിന് നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ഒറ്റ സെക്കൻഡ് മതി. ഈ ബില്ലിഗ്രാം എന്ന് പറഞ്ഞ ഒരു ദേവദാസനുണ്ട്, കേട്ടിട്ടുണ്ടോ? ബില്ലിഗ്രാം എന്ന് പേര് കേട്ടിട്ടുണ്ടോ? ബില്ലിഗ്രാം എന്ന് പറഞ്ഞ ദേവദാസൻ ഒരു മൈതാനത്തിൽ ഒരു 10,000 പേരടങ്ങുന്ന ഒരു കൂട്ടം പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ബില്ലിഗ്രാമിനെ കൊല്ലാനായിട്ട് 10 ചെറുപ്പക്കാർ തോക്കുകൾ മേടിക്കുകയല്ല ചെയ്തത്, അവരുണ്ടാക്കിയെടുത്തു. എടുത്തിട്ട് അവരെ ജാക്കറ്റിൻ്റെ അകത്താക്കി വെച്ചിട്ട് അവരിങ്ങനെ വന്നിരിക്കുകയാണ്.
അപ്പോൾ ഈ മിലിഗ്രാം വാട്ടർ കോൾ വിളിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാം, അതാണ് അവരുടെ പദ്ധതി. മനസ്സിലായോ? ഈ സമയത്ത് ജോർജ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്, കൊല്ലാൻ വന്നിരിക്കുന്ന മെയിൻ ആളുടെ പേര്. ഈ മിലിഗ്രാം അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം നിങ്ങളോട് സംസാരിക്കും, ഈ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. പാവത്തെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് പ്രസംഗിക്കുമ്പോൾ ഇവർ ഈ പുള്ളി എന്താ പറയുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയാണ്, നിങ്ങളുടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം പുള്ളിക്കാരൻ ഏകദേശം തോക്കൊക്കെ എടുത്ത് ആ ഷൂട്ട് ചെയ്യാനുള്ള ഒരു മൂവ്മെൻറ്റിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ജോർജ് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ കർത്താവ് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് മിലിഗ്രാം പറയാണ്, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവം നിന്നോട് സംസാരിക്കും. ജോർജ് വിറക്കാൻ തുടങ്ങി. ഇതെന്തൊരു ശബ്ദം? തിരിഞ്ഞു നോക്കി, ആരെയും കാണില്ല. അതേ സാന്നിധ്യം ഇറങ്ങി. ഷെക്കേറിയ നല്ല സാന്നിധ്യം ഇറങ്ങി. എല്ലാവരും ഡാഡി. അപ്പം ഈ സാന്നിധ്യത്തിൽ ഇവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ജോർജ് വല്ലാണ്ടായി. ഈ തലയുടെ ഇവിടെയൊക്കെ സാന്നിധ്യം ഇറങ്ങുന്ന ആർക്കാണ്? തലയിലൊക്കെ സ്വതന്ത്രം അമ്മേ സ്വതന്ത്രം ഹല്ലേലൂയ. ഈ ജോർജ് അങ്ങനെ ഇരിക്കുമ്പോൾ ചോദിക്കണേ, നീ ദൈവമാണെങ്കിൽ എൻ്റെ അപ്പനെ 7 വയസ്സിന് ശേഷം ഞാൻ കരഞ്ഞിട്ടില്ല. എൻ്റെ അപ്പനെ 7 വയസ്സിൽ മരണപ്പെട്ടു, നീ എടുത്തിട്ട് പോയി. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ അപ്പനെ എടുത്തിട്ട് പോയത് നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല. അല്ല, അവൻ ആ സമയത്ത് തോക്ക് ഒതുക്കി അകത്ത് വെച്ചു. അവർ 9 പേരും രക്ഷിക്കപ്പെട്ടു. കർത്താവിൻ്റെ ദാസനെ കൊല്ലുവാനായിട്ട് വന്ന, മിലിഗ്രാമിനെ കൊല്ലാനായിട്ട് വന്ന 9 പേരും രക്ഷിക്കപ്പെട്ട് ഒരാൾ മാത്രം സ്നാനം സ്വീകരിച്ചില്ല, രക്ഷിക്കപ്പെട്ടില്ല. അന്നേരം സുവിശേഷകരാണ്. ആമേൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ, നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മളിന്ന് ഇതിനകത്ത് ആരൊക്കെ കയറുമെന്ന് ആരൊക്കെ വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് YMCA ഹാളിൽ അടിത്തറയിടുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ YMCA ഹാളിൽ അടിത്തറയിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു. പ്രൊഫറ്റിക്കൽ ഇവാഞ്ചലിക്കൽ ഗ്ലോബൽ മിനിസ്ട്രി PGM എന്ന പേരിൽ ഈ സഭാ ഹാളിനകത്ത് ആരാധന നടക്കണം. അതുകൊണ്ട് അതിന് AC പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, കസേരകളുണ്ട്, ഇത്ര കസേര വേണം, ഇനി ഈ സാധനങ്ങൾ വേണം, A to Z കർത്താവ് ഡിമാൻഡ് കൽപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഇതിലേക്ക് തുടങ്ങിയേക്കണം. അപ്പോൾ ദൈവം മുന്നമേ എല്ലാം കണ്ടിരിക്കുന്നു. ദൈവം മുന്നമേ എല്ലാം കണ്ടിരിക്കുന്നു. ഒരു ദേവദാസൻ കർത്താവ് പറഞ്ഞു, നീ എഴുന്നേറ്റ് വനത്തിലേക്ക് പോകാൻ പറഞ്ഞു. കുറേ ദൂരം നടക്കണം. അദ്ദേഹം വേഗം കർത്താവിൻ്റെ ദൈവശബ്ദം, ഇപ്പം നമ്മളും ആരെങ്കിലും ദൈവശബ്ദം കേൾക്കാത്തവരാണ് ശ്രദ്ധിച്ചിരിക്കണം. ദൈവശബ്ദം കേൾക്കണം. കാരണം നിന്നോട് ദൈവം സംസാരിച്ചിട്ടില്ല. നീ പ്രസംഗിക്കുന്ന യേശുവിനോട് സംസാരിച്ചാൽ നിന്റെ യേശു സംസാരിക്കുമോ? നിന്റെ യേശു ജീവനുണ്ടാ? നീ യേശുവിന് കണ്ടിട്ടുണ്ടാ? എന്നിട്ട് നിങ്ങളെന്ത് പറയും? പറ. നമ്മൾ പറയും, നേരത്തെ ദൈവദാസം വായിച്ച പോലെ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ കാണില്ലെന്ന് എഴുതിയിട്ടുണ്ടാ? കാണില്ലെന്ന് എഴുതിയിട്ടുണ്ടാ? കാണും, കാണുക തന്നെ ചെയ്യും. യേശു ദൈവമല്ലേ? യേശു ദൈവമാണോ? യേശു ദൈവമാണെന്ന് കരമുയർത്തിയേ കാണട്ടെ. ആമേ. യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ കരമുയർത്തിയേ. ആമേ. ആ വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാ. മൈൻഡ് മാറിപ്പോയിരുന്നു. യേശു ദൈവമായത് കൊണ്ടല്ലേ കണ്ടത്. മരിച്ചതിന് ശേഷം കണ്ടില്ലേ? ഹൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരൊപ്പം നടന്നില്ലേ? നടന്ന 3 പേരെ അവരുടെ നടന്നില്ലേ? അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഓ ശരിയാണ്, അവൻ നമ്മളോടൊപ്പം നടന്നപ്പോൾ സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുത്തിയില്ലേ? മനസ്സിലായ? അപ്പൊ യേശുവിനെ കണ്ടില്ലേ? മരിച്ചതിന് ശേഷം കണ്ടില്ലേ? അപ്പൊ നമുക്ക് കാണാൻ പറ്റൂലേ? കാണാൻ പറ്റൂല്ലേ? നിങ്ങളുടെ ആഗ്രഹം എന്തെന്നാ? ലോഡിക്കാരെ മാതിരിയാണോ? ബൈബിൾ കൊടുത്ത് നിൽക്കുക, അവിടെ കൊണ്ട് വെക്കുക, ബൈബിൾ കൊടുത്ത് നിൽക്കുക, അവിടെ കൊണ്ട് വെക്കുക, അതാണോ? അല്ല, മാറ്റണം, മാറ്റിമറിക്കണം, ചിന്തകൾ മാറണം, നമ്മുടെ കേൾവി മാറണം. കേൾവി ആരെക്കുറിച്ചായിരിക്കണം? യേശുവിനെ കുറിച്ചായിരിക്കണം. നമുക്ക് നല്ല കൂട്ടുകാരുണ്ടാവണം, അഭിഷേകമുള്ളവരുണ്ടാവണം, ആത്മപകർച്ച ലഭിക്കാൻ ഇടയാണ്. ഒരു അഭിഷക്തനായിട്ട് കൂട്ടുകൂടണം, ഒരു അഭിഷക്തയായിട്ട് കൂട്ടുകൂടണം. നിന്റെ മേലിൽ പകർച്ചയുണ്ടാകും. ഈ പകർച്ച അഭിഷക്തന്റെ കൈവപ്പോട് ലഭിക്കുന്ന കൃപാവരകൾ ഉപേക്ഷയായി വിചാരിക്കാതെ അത് റിസീവ് ചെയ്യുക. ബിരുദത്തിന്റെ ആത്മാവിനല്ല, അഭിഷേകത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയ്ക്കുന്ന യഹോവ ദൈവത്തെ നിങ്ങൾ പൂർണ്ണാത്മാവ് പൂർണ്ണ ഹൃദയത്തോടെ ശക്തിയോടെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു നാൾ ലജ്ജിച്ചു പോകുകയില്ല. നിങ്ങൾ തിന്മ കാണില്ല, നന്മ മാത്രം കാണും. നിങ്ങൾ തകരുകയില്ല, ഉയർച്ച തന്നെ കാണും. യേശു മരിച്ചു
മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റങ്ങൾ നിങ്ങളും ഒരു നാൾ ഉയർത്തെഴുന്നേൽക്കും. യേശു കാൽവരി ക്രൂശിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ച് ജയോത്സവമായി കൊണ്ടാടിയെങ്കിൽ നിങ്ങൾക്കും ജയോത്സവമുണ്ട്. യേശു സന്തോഷിച്ചെങ്കിൽ നിങ്ങൾക്കും സന്തോഷിക്കാം. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കുവാൻ പറ്റില്ല. സാത്താന് ജയിക്കാമായിരുന്നു. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മൾക്കും ഒരു ഉയർച്ചയുണ്ട്. റിസറപ്ഷൻ പവർ, സ്കാപ്ചറിങ്. യേശു ഉയർത്തെങ്കിൽ നമ്മൾക്കും ആ സ്കാപ്ചറിങ് നടക്കും. യേശു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെങ്കിൽ ഒരു നാൾ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ, കർത്താവോടനെ വന്നെങ്കിൽ, നിത്യതയിൽ കാൽവരി ക്രൂശിൽ കർത്താവ് മരിച്ച യേശു വാനമേഘത്തിൽ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ വരവിൽ യേശു അവിടെ വരുമ്പോൾ നമ്മളും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. യേശുവിനെ കാത്തിരിക്കുന്നവർ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരെങ്ങനെയാണ് ശക്തിയെ പുതുക്കുന്നത്? കാത്തിരിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി മുഴങ്ങാലില്ലേ, ആരും നിർബന്ധിക്കാതെ, ആരും പറയാതെ, ആരും പ്രലോഭനമില്ലാതെ, ഒരു നിർബന്ധമില്ലാതെ നേരെ പ്രാർത്ഥന മുറിയിലേക്ക് ചെല്ല. 2-3 മണിക്കൂറുകളൊക്കെ കവർ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ പക്കൽ വന്ന് കുടിക്കട്ടെ. ഇത് ഞാൻ പറയുന്നത് അവനിൽ പകരപ്പെടാൻ പോകുന്ന ആത്മാവിനെ കുറിച്ചത്രേ. എൻ്റെ ഭാര്യയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അധികം താമസിക്കാതെ അവിടെ വിളറണം. ദാഹിക്കുന്നവർക്ക് വേണ്ടി, ദാഹമുള്ളവർക്ക് വേണ്ടി ഒരു മരുഭൂമിയിൽ നമ്മൾ അകപ്പെട്ടാൽ, ഒരു വരണ്ട സ്ഥലത്ത് അകപ്പെട്ടാൽ, നമ്മൾ വെയിലത്ത് നിന്ന് കയറി വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കും? ബിരിയാണി തരാൻ പറയോ? ചോറ് തരാൻ പറയോ? ഇല്ല. എന്തായിരിക്കും ചോദിക്കുക? ആമേൻ, ഹല്ലേലൂയ. എന്ത് ചോദിക്കും? വെള്ളം വേണമെന്ന് പറയും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? ദാഹമുള്ളതുകൊണ്ട്. നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? വെള്ളം വേണം. ആമേൻ, ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, മതൽ ചാടിക്കിടക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. അപ്പം നമ്മൾ പാഞ്ഞു ചെല്ലണമെങ്കിൽ, മതിൽ ചാടിക്കിടക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ വെള്ളം വേണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ശക്തനായി പോരാടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പരിശുദ്ധാത്മാവിനെ അധികമായി വേണം. യോഹന്നാൻ പറയാണ്, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നത് വെറും വെള്ളത്താൽ മാത്രമേ ഉള്ളൂ. പക്ഷെ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിനാലും ശക്തിയാലും സ്നാനപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ വരവ് വെറുതെ ആണോ? നമ്മുടെ ഈ കൂടി വരവ് വെറുതെ ആണോ? അല്ല. കർത്താവ് ഒരുക്കിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കർത്താവ് ഒരുക്കാതെ ഇങ്ങനെ ഒരു കൂട്ടായ്മയോട് കൂടാൻ പറ്റില്ല. മനസ്സിലായ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അധികമായി എന്ത് ചെയ്യണം? ദാഹിക്കണം. പറയണ കർത്താവേ, എനിക്ക് പ്രവചിക്കണം, എനിക്ക് പ്രവചന വരം വേണം. നിങ്ങൾ എന്താ ചോദിക്കാത്തത്? ചോദിക്ക്. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സംശയിക്കാതെ ചോദിക്കണം. നമ്മളെന്താ ചോദിക്കാം? ഒരു കാറ് വേണം, ഒരു വീട് വേണം, ലോൺ അടച്ച് തീർക്കണം, അല്ലേ? ഹല്ലേലൂയ. എന്താ നമ്മൾ ചോദിക്കണം? എനിക്ക് നല്ല വിദ്യാഭ്യാസം വേണം. ആയിക്കോട്ടെ, വേണം, അതിൽ വേണം, ഓക്കെ, അതെല്ലാം വേണം, ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണം, ദൈവം തരട്ടെ. പക്ഷേ അതിനേക്കാൾ ഉപരി അതിനേക്കാൾ മേലെ നമുക്ക് എന്തിനെ വേണം? പരിശുദ്ധാത്മാവിന് വേണം. നമുക്ക് കർത്താവ് അത് കുറച്ചായിട്ടാണ് തരാമെന്ന് പറഞ്ഞേക്കണം. പിന്നെ എങ്ങനെയാണ് നമുക്ക്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇവിടെ ഭയങ്കര ഭയങ്കരമായിട്ട് വെള്ളക്ഷാമം, വെള്ളമില്ല. ആ സമയത്ത് ഒരു വ്യക്തി പറയണം, നമ്മുടെ ഗവൺമെൻറ് അവിടെ കൊച്ചി കടപ്പുറത്ത് ആവശ്യത്തിന് വെള്ളം എടുത്തോളാൻ പറഞ്ഞ് ഒരു പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെന്നിട്ട് എന്തോരം വെള്ളം എടുക്കും? പറ. നമുക്ക് കൊള്ളാവുന്ന കൊടുക്കും. അന്വേഷണത്തിന് കൊടുക്കും. അപ്പോൾ അതിനെന്തോരം എടുക്കും? അതിനെന്തോരം എടുക്കും? ആവശ്യത്തിന് കൊടുക്കും. ദേവദാസൻ എന്തോരം കൊടുക്കും? ആവശ്യത്തിനുള്ള കൊടുക്കും, അല്ലേ? സ്വന്തം. പക്ഷേ നമ്മൾ പറയേണ്ട അങ്ങനെയല്ല. ആ കടലിലെ എല്ലാ വെള്ളവും ഞാൻ എങ്ങനെയൊക്കെ ശേഖരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ ശേഖരിക്കും. അതാ പറയേണ്ടത്. ആവശ്യത്തിനെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും മതി. നമ്മൾ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കടലെ വെള്ളം ഉപമിച്ചതേ ഉള്ളൂ.
മനസ്സിലായ? അപ്പോൾ അതല്ല പറയേണ്ടത്. കർത്താവേ, അരിയോളം പോരാ, അല്ലേ? കണ്ണക്കാലോളം പോരാ, അരിയോളം പോരാ, മുട്ടോളം പോരാ, പിന്നെന്ത് വേണം? നീന്തിട്ടല്ലാതെ കടപ്പം വയ്യാത്ത വലിയൊരു നീരുറവ എനിക്കായി തുറക്കണം. അമ്മേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു ദാഹം ഇങ്ങനെ ഈ മുള പൊട്ടൂല്ലേ, ഈ സീഡൊക്കെ താഴ്ത്തി കഴിയുമ്പോൾ അതിങ്ങനെ കമ്പ്യൂട്ടറിൽ കാണുന്നവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദാഹം വരണം. പരിശുദ്ധാത്മാവിൽ എന്താകാനായിട്ട്? നിറയുവാനായിട്ട് ഒരുക്കം വേണം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നീ ഒരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ മറിയ പറഞ്ഞ്, അത് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സത്യം, അത് കറക്റ്റാണ് പറഞ്ഞത്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് ക്രമീകരിച്ച് കഴിഞ്ഞപ്പോൾ മറിയ എന്താ പറഞ്ഞതെന്നറിയാമോ? എന്താ പറഞ്ഞ? ഇതാ കർത്താവിൻ്റെ ദാസി. ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡൂലോസ് എന്ന് പറഞ്ഞാൽ അടിമ അല്ലെങ്കിൽ ദാസി. ഞാൻ കർത്താവിൻ്റെ ദാസി, ഞാൻ സമർപ്പിക്കുന്നു, നിൻ്റെ ഹിതം നിറവേറട്ടെ. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാതെ ഇരുന്നാൽ പരിശുദ്ധാത്മാവിനെ തരില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യണം. കർത്താവെ, എന്നെ ഞാൻ പൂർണ്ണമായിട്ട് നിന്നെ സമർപ്പിക്കണം, നിൻ്റെ ആത്മാവിൽ എന്നെ നിറക്കണം. ഈ ജഡിക ജഡവിചാര വികാരങ്ങളിൽ നിന്നും സാത്താൻ്റെ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എന്നെ പുറത്തെടുക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന അഗ്നിയാൽ ഈ നമ്മുടെ പ്രസംഗിക്കുന്ന ഈ തിരുവചന വാക്യങ്ങൾ ഈ ഇവിടെയുള്ള ഊതിക്കാച്ചിയ പൊന്നിനേക്കാൾ വലിയ വിലയേറിയതാണ്, അല്ലേ? പൊന്ന് ഊതിക്കാച്ചൻ എന്തിനാ? പൊന്ന് ശുദ്ധീകരിക്കുന്നതാണ് കാണുന്നത്. അപ്പം അതിനേക്കാളും ശ്രേഷ്ഠമാണ് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ ശുദ്ധിയുള്ളതാണ്. ഈ വചനവും അശുദ്ധിയും തമ്മിൽ ചേരും. നിങ്ങൾ കറി വെക്കുന്ന കലത്തിനകത്ത് ആരെങ്കിലും ചായ തിളപ്പിച്ച് പാല് തിളപ്പിച്ച് കിടക്കണ്ട. എന്താ തിളപ്പിക്കാത്ത? അത് ചെയ്ത് നോക്ക്. ചട്ടിയല്ലേ, പാലല്ലേ, അടിയിൽ 100 ഡിഗ്രി ചൂടല്ലേ വരുന്നത്. പാല് തിളച്ചൂടെ? തിളക്കാൻ പറ്റില്ലേ? പറ. എന്താ പറയാത്ത? പാല് പിരിഞ്ഞു പോകും. അപ്പോൾ അറിയാം നിങ്ങൾക്ക്, അല്ലേ? അപ്പോൾ കാര്യങ്ങൾ അറിയാം. കറി വെക്കണ കാലത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പാല് തിളപ്പിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഹൃദയം അശുദ്ധി, വിഗ്രഹാരാധന, പരദൂഷണം, ഏഷണി, കുശുമ്പ്, ക്രോധം, വാശി, വൈരാഗ്യം, ബറിക്കുത്ത്, നഗ്നത, വ്യഭിചാര ചിന്തകൾ ഇതൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരും? എങ്ങനെ വരും? പറ. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ പാല് തിളപ്പിക്കുന്ന പാത്രം തലേദിവസം രാത്രി കഴുകി വെച്ചതായിരിക്കുള്ളൂ. രാവിലെ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നേരിട്ട് പാലൊഴിക്കുമോ? ഒന്നുകൂടി കഴുകും. ഈ ചായ കുടിക്കുന്ന പാലിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വരേണ്ട പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നമ്മൾ തന്നെ ശുദ്ധീകരിക്കണം. നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയിലേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്തോടെ നോക്കണം. പരിശുദ്ധാത്മാവിൻ്റെ അധികാരത്താൽ നോക്കണം. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു സഹോദരിയാണ്. അവരെ വീട്ടിൽ ചെന്ന് സംസാരിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് അവർക്കൊരു പ്രാർത്ഥിച്ച് കഴിഞ്ഞ് അവർ പറയണേ, സഹോദര നിങ്ങളുടെ കണ്ണിന് ഭയങ്കര പവറാണ്. നമ്മളിങ്ങനെ നോക്കും. ഇപ്പം ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻസൈഡ് എനിക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ കാണാൻ പറ്റുമോ? പറ. കാണാൻ പറ്റും. നമ്മളെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൽ നിറയണം. ഈ ശക്യാവൂസ് മരത്തിൽ കയറിയിരുന്നു. സക്കായി അല്ല, കത്തോലിക്ക വഴിയുള്ള സക്യാവൂസ് എന്ന് പറഞ്ഞത്, നമ്മുടെ സക്കായി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. യേശുവിനെ മുമ്പിൽ വെച്ചാണോ കയറിയത്? ആണോ? യേശു അതുവഴി കടന്നു പോകുന്നുള്ള കേൾവി കേട്ടപ്പോൾ യേശുവിനെ ഒന്ന് കാണുമെന്ന് കരുതിയിട്ട് എന്ത് ചെയ്ത് പുള്ളി മുകളിൽ കയറി ഇരിപ്പാണ്, വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അന്ന് യേശു സൈക്കിളിലൊന്നുമല്ല വന്ന ആണോ?
കാളവണ്ടിയിലും അല്ല വന്നത്, ഫ്ലൈറ്റിലും അല്ല, കുതിരപ്പുറത്തും അല്ല. പിന്നെ എങ്ങനെയാണ് വന്നത്? കാൽനടയായിട്ട് വന്നു. അപ്പോൾ യേശു എത്ര നേരം എടുത്ത് വന്നാലും ശരിയാണ്, ഞാനൊന്ന് കണ്ടിരിക്കും. അത് അവൻ്റെ തീരുമാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സമയം എടുത്താണെങ്കിലും ഞാൻ പ്രാർത്ഥന മുറിയിൽ ഇരുന്ന് പ്രാപിച്ചിരിക്കും. ആര് ആര് ആര്? എൻ്റെ വൈഫ് മാത്രമേ പറഞ്ഞോളൂ. ഞാനെന്ന് പറയണം നമ്മൾ, ഞാൻ പ്രാപിച്ചെടുക്കും. എത്ര സമയം കഴിഞ്ഞാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധി ഇരുന്ന് ഞാൻ പ്രാപിച്ചെടുക്കും. ഹല്ലേലൂയ. പ്രാപിച്ചെടുക്കാത്തത് ഒന്നും ഇല്ല ആത്മീയത്തിൽ. നമ്മൾ പ്രാപിക്കണം. പ്രാപിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവുകൊണ്ട് പോയി ഇടിച്ച് പൊളിച്ച് മേടിക്കണം എന്നല്ല പറഞ്ഞത്. പോയി ഇരിക്കണം, ദൈവസന്നിധി ഇരിക്കണം, പ്രാർത്ഥിക്കണം. ഇപ്പോൾ കർത്താവ് തരും, കർത്താവ് ഇറങ്ങി വരും. കർത്താവ് ഭയങ്കര മനസ്സലിവാണ്. അതിന് കർത്താവ് ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി സാത്താൻ തടഞ്ഞു. അപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അടുത്ത ദൂരം നീ എഴുതിട്ട് വേഗം ചെന്ന് അതിൻ്റെ മകൻ ഒന്നാമത് ഭക്ഷണം കഴിക്കാതിരുന്നാൽ പ്രാർത്ഥിച്ച് ഞാൻ മറുപടി കൊടുത്താൽ അതവ തടഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാറ്റി നീ ഇതാണ് കൊണ്ട് കൊടുക്കും. അല്ല പിന്നെയും അവൻ ചെയ്യും, പിന്നെ അവൻ ചെയ്യും. പിന്നെ പറ, പിന്നെ ഉപവസിക്കുമെന്ന് കർത്താവ് പറയണേ. നീ മറുപടി വേഗം കൊണ്ട് കൊടുത്തേ. അവൻ ഭക്ഷണം കഴിക്കാതിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മറുപടി അയച്ചേക്കണേണ്. ഞാൻ മറുപടി കിട്ടിയില്ലെങ്കിൽ അവൻ വീണ്ടും ഉപവസിക്കും. അവൻ്റെ സ്വഭാവം അറിയാം. അവൻ്റെ സ്വഭാവം കർത്താവ് നന്നായിട്ട് അറിയാം. എന്ത് ചെയ്യും? വീണ്ടും ഉപവസിക്കും. ഒരു വിശ്വാസി, ഒരു ഉപദേശി ഉപവാസം കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നപ്പോൾ അന്നത്തെ കാലത്ത് 15 വയസ്സാ 10 വയസ്സ് കൊണ്ട് പഴം കിട്ടുമല്ലോ. അറിയാമല്ലോ, അന്നത്തെ അറിയാമല്ലോ, കാലഘട്ടം അറിയാമല്ലോ. അപ്പോൾ ദേവാസി എന്നിട്ട് പഴം മേടിക്കാതെ ചെന്നപ്പോഴത്തേനും താഴത്തൊരു പഴത്തിൽ കിടപ്പുണ്ടായി. ആ പഴത്തിൽ ചവിട്ടി പുള്ളി പെട്ടെന്ന് കടയിലെത്തി. പഴത്തിൽ ചട്ടിയപ്പോഴേ വേഗത്തിൽ പുള്ളി കടയിലെത്തി. ആഹാ, അത്രക്കായ എന്നാൽ ഞാൻ പഴം കഴിക്കണില്ല, എന്നാൽ ഞാൻ പഴം കഴിക്കണില്ല. വീണ്ടും ഉപവാസം പ്രഖ്യാപിച്ചു. കർത്താവിന് മനസ്സലിവാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? യോനനെ വിളിച്ച്, യോനയുടെ മനസ്സ് കർത്താവിന് അറിയാം. അഭിഷക്തനാണ് കേട്ടോ, കർത്താവിന് ശബ്ദം കേൾക്കുന്ന ആളാണ് കേട്ടോ. യോന എഴുന്നേറ്റ് നീ നിലവേ ചെന്ന് ഒന്ന് പ്രസംഗിച്ച് അവർക്കെതിരെ പ്രസംഗിക്കും. യോന അവിടെ പോകാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞാണ്. പക്ഷേ യോന ഒരു കാര്യം പറയുന്നുണ്ട്. അവർ പാപികളാണ്. ഈ കൈയും ഈ കൈ ഉള്ള കൈയും പുറകെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പാപം ചെയ്യുന്നവരാണ്. ഞാൻ ചെന്ന് പ്രസംഗിക്കും, അവരത് ഏറ്റെടുക്കും. നിൻ്റെ മനസ്സലിവുള്ളവനോ എനിക്കറിയാം കർത്താവേ, അതുകൊണ്ട് ഞാൻ പോണില്ല. വല്ല മനസ്സിലായ എന്താ പറഞ്ഞത്? ഞാൻ നമ്മുടെ കർത്താവിന് മനസ്സലിവുള്ള കർത്താവ് ആണല്ലേ? അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി വാതിലുകൾ തുറക്കില്ലേ? ഇരുമ്പോടാമ്പലുകളെ തകർക്കില്ലേ? അടഞ്ഞ വാതിൽ തുറക്കില്ലേ? പാറയെ തകർക്കുന്ന കൂടമല്ലേ നമ്മുടെ യേശുവിൻ്റെ വചനം അല്ലേ? യേശുവിൻ്റെ വചനത്തെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്. കർത്താവിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാകുന്നു. അത് സന്ധി മച്ചകളെ തുളച്ച് ആത്മാവിനെ വേർപിടിക്കത്തക്കവണ്ണം ഹൃദയത്തിൻ്റെ അകത്ത് പ്രവേശിച്ച് സകല ചിന്തനങ്ങളെയും വിവേചിക്കുന്നതാകുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ വചനം പറയുമ്പോൾ ഈ കർത്താവിൻ്റെ വചനം എന്തു ചെയ്യും? നമ്മുടെ ഹൃദയത്തെ തുളച്ചകത്തിരും. ഈ നാട്ടിൽ ഒരുപാട് വാളുകളുണ്ട് അല്ലേ? ഈർച്ചവാള്, കൊടുവാള്, ഗുണ്ടകൾ കൊണ്ട് കിടക്കുന്ന വടിവാള് അല്ലേ? ശരിയല്ലേ? ഈ വാളിനൊന്നും ആരെയും രക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ക്രിസ്തു എന്ന ഈ ആത്മാവെന്ന വാളിൻ്റെ പ്രത്യേകത മനുഷ്യനെ മനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. ഈ വചനം കേട്ടതുകൊണ്ടല്ലേ ഞാനിന്നിവിടെ നിൽക്കണത്. ഈ വചനം കേൾക്കാതെ ഇരുന്നെങ്കിൽ എനിക്ക് കർത്താവിന് കിട്ടുമായിരുന്ന. ഈ വചനം കേട്ട് കർത്താവ് സമർപ്പിച്ചത് കൊണ്ടല്ലേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പറ്റണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ഐഡിയ പറഞ്ഞിട്ട് ബൈബിളുള്ളതാണ്. ഒരു കാര്യമുണ്ട്, സ്വർഗത്തിൽ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയ ഭൂമിയിൽ നമുക്ക് നടത്താൻ പറ്റും. എന്തായിരിക്കും? വേഗം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, അതൊരു മേഖലയാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു മേഖല 26 വർഷം മുമ്പ് എന്നിലൂടെ നടന്നു. എന്തായിരുന്നു അറിയാമോ? രാജു എന്ന് പറഞ്ഞ കൊടും പാവി മാനസാന്തരപ്പെടുന്ന ആ സെക്കൻഡിൽ സ്വർഗത്തിൽ എന്ത് ചെയ്ത്
അവിടെ സന്തോഷം നടന്നു. ധൂർത്തുപുത്രൻ അപ്പനിൽ നിന്ന് സ്വത്തുവകളൊക്കെ വാങ്ങി അവൻ ധൂർത്തടിച്ച് കാലിയായി ഒന്നുമില്ലാത്തവനായി മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ സ്വന്തം പിതാവ് ആദ്യം എന്താ ചെയ്തത്? അപ്പനിങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇങ്ങനെ തലപൊക്കി ഇങ്ങനെ നോക്കുകയാണ്. എങ്ങനെ? ആര് വരുന്നുണ്ടോന്ന്? പാവിയായ അയന വരുന്നുണ്ടോന്ന്, പാവിയായ അനീഷ വരുന്നുണ്ടോന്ന്, പാവിയായ രാജു വരുന്നുണ്ടോന്ന്, പാവികളായ എൻ്റെ മക്കൾ വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് തൻ്റെ മകൻ ദൂരേന്ന് വരുന്നു. വേഗം വേലക്കാരോട് പറയണം, ഓടിച്ചെന്നിട്ട് നല്ലൊരു കൊഴുത്ത മൃഗത്തെ അറുത്ത് പാകം ചെയ്ത് ഒരു മോതിരം എടുത്തിട്ട് അവനോട് കയ്യിലാണ് അണിയിച്ചു കൊടുത്തു. ആർക്കാ? പാവിയായ മകൻ. പക്ഷേ മകൻ പാവി ആയിരുന്നു. തിരിച്ചു വരവ് അവരേത് രീതിയിലാണെന്ന് ആര് കണ്ട്? അപ്പൻ കണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് ഹൃദയങ്ങൾ അറിയുന്ന കർത്താവാണെന്ന്. ഈ മകൻ നമ്മൾ ഉപമിക്കുന്നത് ആരോടാ? ദൈവത്തെ പറ്റിയാണ് ഈ പറയുന്നത്. ഇവൻ്റെ മടങ്ങി വരവ് ആര് കണ്ട്? അവൻ സ്വത്തുകളെല്ലാം വാങ്ങിച്ച് അവൻ ദൂർത്തടിച്ച് തകർന്ന് തരിപ്പണമായി ആ വ്യക്തി പന്നിയെ നോക്കുന്ന ജോലി ലഭിച്ചു. പന്നിക്ക് കിട്ടുന്ന വാളവര പോലും തിന്നാൻ കിട്ടാത്തൊരു സാഹചര്യത്തിലായപ്പോൾ അവൻ്റെ ഉള്ളിലൊരു തോട്ടു, അതൊരു ചിന്ത വന്നു. എന്താണെന്നറിയാമോ? ഈ പന്നിയുടെ കൂട്ടിക്കിടന്ന് ഇതിനേക്കാളും നല്ലതല്ലേ എൻ്റെ അപ്പൻ്റെ ജോലിക്കാർ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കും. ഹല്ലേലൂയ. അപ്പം അവനെന്ത് തോന്നി? തിരിച്ച് എൻ്റെ അപ്പൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി ചെല്ലുക. അപ്പം അതിൻ്റെ അർത്ഥം എന്തെന്നാ? മാനസാന്തരപ്പെട്ടു. മടങ്ങി എങ്ങോട്ട് പോയി? എന്ത് വേണം? നമ്മൾ മാനസാന്തരപ്പെടണം, ക്രിസ്തുവിലേക്ക് തിരിച്ചു വരണം. ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പാലിക്കാതെ ഇരിക്കുക ചെയ്യുന്നവൻ കള്ളൻ, അവനിൽ സത്യം ഇല്ല. ആമേൻ. ഹല്ലേലൂയ. ആരാണ് സത്യം? യോഹന്നാൻ 14 ആര് പറഞ്ഞത്? സത്യം ആരാ? വഴിയും സത്യവും ജീവനും ഞാനാവുന്നു. ആരാണ്? യേശുവാകുന്നു. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പാലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ, അവനിൽ യേശുവില്ല, സത്യമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആരായി? കള്ളനായില്ലേ? അപ്പോൾ യേശു അവിടെ ഉണ്ടാ? അപ്പോൾ ഈ ജനം എന്നെ അതരം കൊണ്ട് ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് ബഹുദൂരം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മാവിനെ വഞ്ചിക്കുന്നവരാകരുത്. നമ്മൾ ഇന്ന് ഇത്ര നേരം നമ്മളോട് കേട്ടില്ലേ? ഇല്ലേ? ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കർത്താവിൻ്റെ വചനമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ക്രമീകരിക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഈ ദൈവശബ്ദം കേട്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സറണ്ടർ ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം? ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, എൻ്റെ ലൈഫിൽ കർത്താവിന് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് അറിയിക്കണം. അതെന്തിൻ്റെ ലക്ഷണം? പറ. ഇപ്പോൾ ഒരു മാതാവിനോട് കുഞ്ഞ് വന്നിട്ട് പറയണം, അമ്മ ഞാൻ കോളേജിൽ പോയാണ്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ പോക്കിലും വരവിലും ഒക്കെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണോട്ടാ, ഞാൻ ഉപേക്ഷിച്ചോളാം, ഇനി അതനുസരിച്ചോളാം. അതിൻ്റെ അർത്ഥം എന്താ? നന്നാകുവാൻ ആഗ്രഹമുള്ളവരെന്ത് ചെയ്യും? കർത്താവേ കറക്റ്റ് മീ, എന്നെ കറക്റ്റ് ചെയ്യാൻ പറയും. കർത്താവേ എന്നെ നീ ഒന്ന് കറക്റ്റ് ചെയ്യണം, എന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കണം. ഒരു ശില്പി ഒരു സമയത്ത് ഒരു വഴികിട്ട് പോകുമ്പോൾ ഒരു വലിയ കല്ല് കിടക്കണം. ഈ കല്ലെടുത്തിട്ട് അദ്ദേഹം ചെത്താൻ തുടങ്ങി. ഇപ്പോൾ ഒരു കല്ല് നീങ്ങട് വാ, ഞാൻ നിന്നെ ചെത്തി ഒരു നല്ലൊരു പ്രൊഡക്റ്റാക്കി ഒരു ഷോക്കേസിൽ വെക്കാം. ചെത്ത് തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം എന്ന് പറഞ്ഞു, അയ്യോ എനിക്ക് വേദന എടുക്കണം, എൻ്റെ ചെത്തല്ലേ, എനിക്ക് വേദന എടുക്കണം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെത്ത അവിടെ നിർത്തി. വേറെ ഒരുത്തൻ വന്നിട്ട് പറഞ്ഞു, ശില്പി എന്നെ ഒന്ന് കൊത്തും, ഞാൻ എത്ര പേരെ വേണേൽ നിന്ന് തരാം, എങ്ങനെ വേണേലും കൊത്തിക്കും. ശില്പി അവനെ എടുത്തു, കൊത്തി പണിത് നല്ല മനോഹരമായ ഒരു രൂപമാക്കി അലമാരി, ഇത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഒരു ഷോക്കേസിലേക്ക് കയറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ പൈതലാണെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പറ മക്കളെ, നിങ്ങൾ ഈ സമയം, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മുറിക്കുവാൻ പെർമിഷൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും കർത്താവ്? മുറിക്കും. ഞാൻ പറഞ്ഞു, കർത്താവ് എൻ്റെ ലൈഫിൽ എന്ത് വേണമെങ്കിലും കർത്താവ് ചെയ്തു. കണ്ണ് വേണോ എടുത്തോ, പൊട്ടക്കണ്ണാണ് ജീവിക്കണോ, ഞാൻ ജീവിക്കുക കർത്താവ്. ഇനി എന്ത് വേണം കർത്താവ്, എന്ത് വേണം, എവിടെയാണ് കറക്റ്റാണുള്ളത് എന്നെ അറിയിക്കണം, ഞാൻ അനുസരിക്കാം. ഞാൻ കാര്യമായിട്ട് പറയണതാണ്. മനസ്സിലായ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിനെ അനുഭവിച്ച ഒരാളാണ് ഞാൻ. നിങ്ങൾ സ്നാനത്തിലൂടെ യേശുവിനെ അനുഭവിച്ചു അല്ലേ? സ്നാനത്തിലൂടെ യേശുവിനെ അനുഭവിച്ചു. അപ്പോൾ നമ്മൾക്ക് കർത്താവ് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, ശരിയല്ലേ? ജാതികളോട് സംസാരിക്കുന്നില്ലേ? ഉണ്ടായില്ലേ? ശരിയാണോ? എങ്ങനെ പറയാൻ പറ്റും? ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി, നിങ്ങളെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളുടെ അകത്ത് ചില കാര്യങ്ങൾ കയറണം. ജാതികളോട് കർത്താവ് സംസാരിക്കോ ഇല്ലേ? മുസ്ലിങ്ങളോട് സംസാരിക്കില്ലേ? ഹിന്ദുക്കളോട് സംസാരിക്കില്ലേ? കത്തോലിക്കരോട് സംസാരിക്കില്ലേ? മതപണ്ഡിതന്മാരോട് സംസാരിക്കില്ലേ? എല്ലാ മതപണ്ഡിതന്മാരോടും ദൈവം സംസാരിക്കും. ബന്ധക്കോസുകാരോട് സംസാരിക്കും ഇല്ലേ? ആ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു രീതിയുണ്ട്. അതേതാണെന്നറിയാമോ? പറഞ്ഞേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളോടും ജാതി മത സകല വ്യക്തികളോടും ദൈവം സംസാരിക്കുന്ന ഒരേ ഒരു രീതി സ്വപ്നത്തിലൂടെ. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ രാജാക്കന്മാർ യഹോവയ ദൈവത്തെ സേവിക്കാതിരുന്ന കാലഘട്ടത്തിൽ അവർ കണ്ട സ്വപ്നം ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ വ്യാഖ്യാനിച്ചു കൊടുക്കും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവം സംസാരിക്കുന്ന ഒരു രീതി എന്താണ്? സ്വപ്നത്തിലൂടെ. അതാരോടൊക്കെയാണ്? സകല ജാതി മതസ്ഥരോടും ദൈവം സംസാരിക്കുന്ന ഒരു രീതിയാണ് സ്വപ്നം. അവരത് പറയും, ഞാൻ വെളുപ്പിന് കണ്ട സ്വപ്നം നടന്നു. ദൈവം എന്തുകൊണ്ടാണ് സ്വപ്നത്തിൽ സംസാരിക്കണത് എന്ന് പറയാമോ? ദൈവം എന്തുകൊണ്ടാണ് ദൈവദാസന് സ്വപ്നത്തിൽ സംസാരിക്കുന്നത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? കർത്താവിൻ്റെ അടുത്ത ഇതൊക്കെ അറിയാൻ പറ്റും. ആരും പഠിപ്പിക്കണ്ട. സ്വപ്നം കാണുമെന്ന് പറഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ഒതുങ്ങി കിടക്കുള്ളൂ. നിങ്ങൾ നിശബ്ദനായി കിടന്നുറങ്ങുമ്പോഴേ ദൈവത്തിന് വരാൻ പറ്റുള്ളൂ. ഒന്ന് പ്രാർത്ഥന മുറിയിൽ പോയി 5 മിനിറ്റ് നിശബ്ദമായിട്ടിരിക്കും. ഹൃദയമല്ല ഏകാഗ്രതമാക്കി ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞാൽ 2,10,000 ചിന്തകൾ കയറി വന്നത്. പിന്നെ എങ്ങനെ ഞാൻ ദൈവശബ്ദം കേൾക്കും? ഹല്ലേലൂയ. ഞാനത് സത്യോടെ പറഞ്ഞത്. ആത്മാവിൽ ദരിദ്രനായ മനുഷ്യൻ ഭാഗ്യവാൻ. എന്താണ് അതിൻ്റെ അർത്ഥം പറയാമോ? ആത്മാവിൽ ദരിദ്രനായ മനുഷ്യൻ ഭാഗ്യവാൻ. അവന് രോഗപരമായ ഒന്നുമില്ല, ചപ്പും ചവറൊന്നുമില്ല. അവന് ദാരിദ്ര്യമാണ്. ഏത് ദാരിദ്ര്യം? ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാം അവന് ദാരിദ്ര്യവാസിയാണ്. അത് അവനിലില്ല. ആമേൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ അകത്ത് ദാരിദ്ര്യമായ എന്ന് പറഞ്ഞാൽ ആത്മാവിന് ദരിദ്രന ജഡികമായതൊന്നും യേശുവിനില്ല. ഹല്ലേലൂയ. യേശുവിനുണ്ടോ? ഇല്ല. ജഡികമായത് യേശുവിനില്ല. അപ്പോൾ യേശുവിൻ്റെ ആത്മാവിന് നമ്മൾ പകർന്നിരിക്കുമ്പോൾ നമ്മളിൽ എന്തുണ്ടാകാൻ പാടില്ല? ഉണ്ടാകാൻ പാടില്ല. ആമേൻ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കർത്തൃമേശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ കർത്താവ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ഇതിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ. അപ്പം ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ, എൻ്റെ നോട്ടത്തിൽ, വിചാരവികാരങ്ങളിൽ, വരവിൽ പോക്കൽ വന്നുപോയ സകല പാപങ്ങളും കുറവുകളും യേശുവേ ക്ഷമിക്കണം. ഇല്ല കർത്താവേ, എനിക്ക് ചില വിഷയങ്ങളിൽ കുഴപ്പമില്ല, ഞാനത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണോ? അല്ല. നമ്മളിപ്പോൾ ഇന്ന് നമ്മളൊരു വെള്ള ഷർട്ട് ഇട്ടെന്ന് വിചാരിക്കുക, ആ കൊച്ചിന് വൈറ്റ് ഷർട്ടാണ്. ഓക്കെ, ഒരു 10 ദിവസം വൈറ്റ് ഷർട്ട് കിടന്നാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? അഴുക്കാവും. അപ്പോൾ നമ്മൾ ദൈവസന്നിധി എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദിവസവും ചെല്ലണം. എന്നിട്ട് ആദ്യമേ തന്നെ പറയണം, യേശുവേ എന്നോട് ക്ഷമിക്കണം, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പോക്കിൽ, വരവിൽ, നോട്ടത്തിൽ, ചിന്ത, വിചാര, വികാരങ്ങൾ വന്നുപോയ എല്ലാ കുറവുകളും
ക്ഷമിക്കണം. യേശുവേ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ എന്നിലൂടെ സംഭവിക്കുന്നത്. അതാരാ പറഞ്ഞ? പൗലോസ് പറയാണ്, കർത്താവിൻ്റെ അപ്പോസ്തലൻ പറയാണ്, കർത്താവേ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് എന്നോട് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പം അത് തുറന്നു പറയാൻ ഒരു മനസ്ഥിതി ആർക്കുണ്ടായി? ദൈവവേദനുണ്ടായി. അപ്പം നമ്മളെന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ തുറക്കണം. ഞാൻ പറയട്ടെ, ഇന്നലെ എൻ്റെ മകളോട് പറഞ്ഞു കൊടുത്ത്, പൈശാചിക സ്പിരിറ്റുകൾക്ക് നമ്മൾ തുറന്നു കൊടുത്ത വാതിലുകളുണ്ട്. ഏത്? നമ്മൾ അനുവദിച്ച് കൊടുത്തിട്ട് പിശാചിന് കയറാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആ വാതിൽ ആരടക്കണം? നമ്മൾ പറയണം, യേശുവേ, ഞാൻ മുഖാന്തരം, ഞാൻ അറിഞ്ഞ് അല്ലെങ്കിൽ ഒരു പൈശാചികന് കയറുവാൻ ഞാൻ തുറന്നു കൊടുത്ത വാതിലുകളെ യേശുവിൻ്റെ നാമത്തെ ക്യാൻസൽ ചെയ്യുന്നു, അടക്കുന്നു. നീയുടെ ഒരു ബന്ധവും എനിക്കില്ല എന്ന് പറയണം. ഈ സ്വപ്നത്തിൽ അശുദ്ധിയുടെ, മ്ലേച്ഛതയുടെ സ്വപ്നത്തിലൂടെ പൈശാചികൻ സ്വപ്നം നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാച്, സ്വപ്നത്തിൽ പോലും നീ വന്നു പോകരുത്. നീ ഞാനുമായിട്ടൊരു ബന്ധവുമില്ല, എനിക്ക് കൂട്ടായ്മ യേശുവുമായിട്ടാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ ആഗ്രഹിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ പൈതല, ഞാൻ സ്നാനം സ്വീകരിച്ചതാ. ദുഷ്ടപിശാച് സ്വപ്നത്തിൽ പോലും നീ എന്ത് ചെയ്യരുത്? വന്നു പോകരുത്. നീയായിട്ടൊരു ബന്ധമില്ല. പിന്നെ നമ്മൾ ആരായിട്ടാണ് നമുക്ക് ബന്ധം? പരിശുദ്ധാത്മാവുമായിട്ട്. ഞാൻ കിടക്കാൻ നേരത്തെ കർത്താവോട് പറയും, യേശുവേ, മിനിസ്ട്രിയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് സ്വപ്നത്തിലൂടെ എന്നോട് സംസാരിക്കണം. അപ്പം നിങ്ങൾ പറയണം, നിങ്ങളെന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ടപിശാച് സ്വപ്നത്തിൽ പോലും നീ വന്നു പോകരുത്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അവൻ വരും. മനസ്സിലായ? പറഞ്ഞില്ലെങ്കിൽ അവൻ വരും. അപ്പം എന്ത് ചെയ്യണം? നീ തുടങ്ങി സ്വപ്നം കണ്ട, ഒരു കാള കുത്തുന്ന സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ട്, അല്ലെങ്കിൽ മരിച്ച ആൾ സ്വപ്നത്തിൽ വന്ന്, എന്ത് സംഭവിക്കും? ഒരു മരിച്ച ആളെ നിങ്ങൾ സ്വപ്നം കണ്ടാൽ നിങ്ങൾ രോഗിയാകും. മരിച്ച ആൾ സ്വപ്നത്തിൽ വന്നാൽ നിങ്ങൾ സന്തോഷിക്കുമോ ദുഃഖിക്കുമോ? പറ. ദുഃഖിക്കും. മരിച്ചു പോയതല്ലേ, അല്ലേ? മരിച്ച ആൾ വരാൻ പാടില്ല. മരിച്ചാൽ വിശ്വാസി മരിച്ചാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസി മരിച്ചാൽ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ, ജാതികൾ മരിച്ചാൽ യാതനാ സ്ഥലത്ത്, അല്ലേ? മരിച്ച അവിടെ പോയി രണ്ട് സ്ഥലത്തായി എത്തി. ഇനി വരുമോ? അപ്പം മരിച്ച ആൾ നമ്മൾ സ്വപ്നത്തിൽ കണ്ടാൽ നമുക്ക് എന്ത് സംഭവിക്കും? ദുഃഖം വരും. ദുഃഖം നമ്മുടെ ഉള്ളിൽ കയറി എന്ത് വരും? ക്ഷീണം, രോഗം, തളർച്ച, ഇതൊക്കെ വരും. ആന കുത്താനം ഓടിച്ചിട്ട് അവർ ഭയം ഉള്ളിൽ കയറും. പാമ്പ് മേത്ത് ചുറ്റി സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ പൈശാചിക ആത്മാവിൻ്റെ മറ്റൊരു രീതികളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഒരു പാമ്പ് കൊത്തണ സീൻ നിങ്ങൾ ഒരു പാമ്പ് കടിക്കുന്ന സ്വപ്നം കണ്ടു, ചാടി എഴുന്നേക്കണം. യേശുവിൻ്റെ നാമത്തിൽ സ്വപ്നത്തിൽ വെളിപ്പെട്ട ആ പൈശാചിക ശക്തിയെ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഞാൻ അടുത്ത് പറയരുത്. നിങ്ങൾ പറയാത്തോളം കാലം അത് പോയില്ല. മനസ്സിലായ? നിങ്ങളൊരു ആക്സിഡൻറ്റിന് സ്വപ്നം കണ്ടു, യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എനിക്കെൻ്റെ കുടുംബത്തിലോ കൊച്ചുമക്കൾക്കോ തലമുറകൾക്കോ അല്ലെങ്കിൽ എൻ്റെ ബന്ധുമിത്രാദികൾക്കോ അയൽവാസികൾക്കോ ആർക്കും സഭാവിശ്വാസികൾക്കോ പിതാവേ അത് സംഭവിക്കരുത്, ക്യാൻസലായിപ്പോട്ടെ. ഇത് പറയാൻ നമ്മൾ ആരാണ്? തയ്യാറാണ്. നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന രീതി വർദ്ധിപ്പിക്കണം. ബൈബിള് നന്നായി വായിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് 66 പുസ്തകം അടങ്ങിയിട്ടുള്ള ഇൻ്റർനാഷണൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും വേൾഡിൽ വെച്ച് ബെസ്റ്റ് ഓഫ് ദ സൂപ്പർ ബുക്കാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. എന്നാ? ബൈബിള്. ഒരു സഹോദരി 45 കിലോമീറ്റർ ദൂരം വീട്ടു ജോലി ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ബൈബിള് ലഭിക്കുമെന്ന് അറിഞ്ഞിട്ട് 45 കിലോമീറ്റർ നടന്നു പോയി, മലയും കുന്നും ഒക്കെ കയറി ഇറങ്ങി നടന്ന് ചെന്ന് ബൈബിൾ മേടിക്കാൻ ചെന്നപ്പോൾ ബൈബിൾ തീർന്നു പോയി. ഒരു ചെറുപ്പക്കാരിയായ ഒരു 19-20 വയസ്സുള്ള പെൺകുട്ടിക്ക് ബൈബിൾ വേണമെന്നുള്ള ആഗ്രഹം വന്നിട്ട് 45 കിലോമീറ്ററിന് മേലെ മലയും കുന്നൊക്കെ കയറി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ പറയണേ ബൈബിൾ തീർന്നു പോയിരുന്നു. നമ്മളാണെങ്കിൽ പോവോ? പോവില്ല. നമ്മളാണെങ്കിൽ ബൈബിൾ പഠിക്കാനായിട്ട് പോവില്ല. പക്ഷേ ആ സഹോദരി ബൈബിൾ തീർന്നപ്പോൾ വായനയുടെ മനസ്സ് നൊന്ത് വിങ്ങിപ്പൊട്ടി കരയണം. അപ്പോൾ ആ ബൈബിൾ വിൽക്കുന്ന ആൾ പറയണം, മോളെ നീ ഭാരപ്പെടണ്ട, ഞാൻ വായിക്കുന്ന ബൈബിളുണ്ട്, മോൾ അതിൽ തൊള്ളാൻ പറഞ്ഞു. ആ കുട്ടിക്ക് ലഭിച്ച സന്തോഷം, ഒരു ബൈബിൾ ലഭിച്ചപ്പോൾ, ബൈബിള് ഈ
കടലാസിൽ എഴുതിയ ബൈബിൾ ലഭിച്ചപ്പോൾ അത്ര സന്തോഷമാണെങ്കിൽ കർത്താവിനെ കിട്ടിയാൽ അവളുടെ സന്തോഷം എന്തായിരിക്കും? നിങ്ങൾക്ക് ഇന്ന് വരെ കർത്താവിനെ കിട്ടിയിട്ട് സന്തോഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? മനസ്സിലായ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്ക് ദൈവമക്കളുള്ള അധികാരം ലഭിച്ചു. എന്നിട്ട് എന്ത് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. എന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് ഇതേ സമയത്ത് നമുക്കിവിടെ കൂടി വരാം. കാരണം അത് പ്രബോധനത്താലും സാക്ഷ്യത്താലും വചനത്താലും ആത്മപകർച്ചയാലും കർത്താവ് ഈ മിനിസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ കഴിഞ്ഞ ആഴ്ച ലഭിച്ചതല്ല ഈ ആഴ്ച ലഭിച്ചത്. ഈ ആഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പ്രത്യേകമായിട്ട് നമ്മൾ ഇത്ര വർഷങ്ങളായി വചനം കേൾക്കുന്നത് അതിൽ നിന്നല്ല വ്യത്യസ്തമായ രീതിയിൽ എന്തൊക്കെയോ ലഭിച്ചിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നതേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ പഠിച്ചൊന്നും പ്രസംഗിക്കാറില്ല. ഞാൻ ബൈബിൾ വായിക്കും, ഒരുപാട് വായിക്കും, അധികം വായിക്കും, എൻ്റെ വീട്ടുകാർക്കറിയാം. പക്ഷേ നിങ്ങളുടെ അത്ര ഒന്നും വിവരവും വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് എന്നേക്കാളും അറിവും വിവരവും വിദ്യാഭ്യാസം ഉള്ളവരാണ്. നിങ്ങൾക്ക് അധികമായിട്ട് സംസാരിക്കാൻ പറ്റും, നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റും, നിങ്ങൾക്ക് യേശുവിനെ സ്പർശിക്കാൻ പറ്റും, നിങ്ങൾക്ക് യേശുവിനെ ചുംബിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ മകളോട് പറഞ്ഞു, യേശു എൻ്റെ മുമ്പിൽ ഒരു പ്രാവശ്യം വരും. അത് മധ്യാകാശത്ത് വരുന്ന കാര്യമല്ല, ഫിസിക്കലി ഒറിജിനൽ ബോഡിയായിട്ട് വരും. എൻ്റെ കർത്താവ് ഒരു എൻകൗണ്ടറായി. എൻകൗണ്ടർ എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി നമ്മുടെ ഡയറക്റ്റ് അസ്ഥി മാംസമുള്ളവനായി ഇങ്ങനെ ഫിസിക്കലി. ഇപ്പം എൻ്റെ വൈഫ് ഞാനും ഇങ്ങനെ നേരെ ഇരുന്ന് സംസാരിക്കുന്നതിനെയാണ് എൻകൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് ഡിഫറൻ്റ് ആവും. അതിലൂടെ കർത്താവ് നമ്മുടെ കൈകളെ തൊടുകയോ നമ്മളെ എടുത്ത് ഇങ്ങനെ എറിയുന്ന അനുഭവമോ തെറിച്ച് വീഴുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ശക്തിയാൽ നമ്മൾ നിറയപ്പെടും. അതുകൊണ്ടാണ് പ്രാർത്ഥന മുറി പോയിരിക്കും, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ശക്തി പകരണ്ടേ? ഇപ്പോൾ നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ ചെന്നിട്ട് വണ്ടിയുടെ ടാങ്കിൽ പെട്രോൾ അടിക്കാൻ പറയണം. നമ്മൾ വണ്ടി എന്ത് ചെയ്യും? അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് എടുക്കും. ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ചോ, അങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട്. ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ചോ, അങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട് എടുക്കും. വണ്ടി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഡീസൽ ഫുള്ളാവോ? ഫ്യൂവൽ ഫുള്ളാവോ? ഇല്ല. ആകോ? ആകില്ല. നമ്മൾ പരിശുദ്ധാത്മാവ് നിറയണേ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധിയിൽ പോയിരിക്കണം. ഇങ്ങനെ സാധനം ഉണ്ടെന്ന് അറിയണം. ഒരു സ്ഥലത്ത് പത്രോസ് പ്രസംഗിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ലെന്ന്. അപ്പോൾ പത്രോസ് നമ്മുടെ ഇവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ട നമ്മൾക്ക് ഈ പരിശുദ്ധാത്മാവ് നിറയണമെന്ന് ദാഹമില്ലെങ്കിൽ എങ്ങനെ നിറയ്ക്കും? ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഒഴിക്കും? അതുകൊണ്ട് പ്രിയമക്കളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക, പ്രാർത്ഥിക്കുക, പോയിരിക്കുക, ബൈബിൾ വായിക്കുക, വിശ്വസിക്കുക. നിങ്ങൾ പോയിരിക്കുക, കർത്താവെ എന്നോട് സംസാരിക്കണം, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ സ്പർശിക്കണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ വരുവാൻ കർത്താവിന് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഈ സമയത്ത് നമുക്കിവിടെ മീറ്റിംഗ് ഉണ്ട്. എല്ലാവരും അടുത്ത ആഴ്ച കടന്നു വരണം. നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരണം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അമ്മേ, ഇപ്പോൾ നമുക്ക് ലാൽജി സഹോദരൻ മുന്നോട്ട് വന്ന് ഈ കൂട്ടായ്മയുടെ പ്രാർത്ഥന ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ. അപ്പോൾ അതിൻ്റെ കൺക്ലൂഡിങ് പ്രയറായിട്ട് ലാൽജി സാറിനെ വിളിക്കുകയാണ്. എല്ലാവരും ദിവസമാണിത് എഴുന്നേറ്റ് നിൽക്കുക. കൊച്ചുങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്നവർ ഇരുന്ന കുഴപ്പമില്ല. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ